അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വളരെയേറെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വഹാബി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. പല രാഷ്ട്രീയ സംഘടനകളെ കുറിച്ചും അല്ലാത്ത സംഘടനകളെ കുറിച്ചും ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുള്ളതും അതിന്റെ ചർച്ചകളും നമ്മൾ പലവരുമായി വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളവരാണ്. എന്നാൽ ഒരു മുസ്ലിം സംഘടനയാണെന്ന് അവകാശപ്പെടുന്ന വിഷ്ടം ജിന്നുവാദി നേതാക്കൾ പണം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന പരാതിയുമായിട്ടാണ് മറ്റൊരു മുസ്ലിം സംഘടനയാണെന്ന് അവകാശപ്പെടുന്ന KNM നേതാവ് അനസ് മൗലവി രംഗത്തെത്തിയിരിക്കുന്നത്. ആ പരാതി പരിശോധിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അർഹമായ നിയമ നടപടി ഉണ്ടാവണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ഒരു മുസ്ലിം സംഘടനയാണെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗമാണ് മോഷ്ടിച്ചതായി പരാതി വന്നിട്ടുള്ളത്. അതെവിടെയും എത്താതെ പോയാൽ ഒരുപക്ഷെ എല്ലാ മുസ്ലിം സംഘടനകളും ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങളുമായി ശക്തമായി അനസ് മൗലവി മുന്നോട്ട് പോകണം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയട്ടെ. നമുക്ക് മുജാഹിദുകളെ പോലെ മോഷ്ടിക്കാൻ സാധ്യമല്ല. അവർ മുസ്ലിം സംഘടനകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജിന്ന് പൂജയിലേക്കും പിശാച് പൂജയിലേക്കും ജനങ്ങളെ നയിക്കുന്ന വഹാബി പ്രസ്ഥാനമാണ്. നാം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മോഷണം ഭൂഷണമല്ല, നമുക്ക് പിടിച്ചുപറി ഭൂഷണമല്ല, നമുക്ക് പൂഴ്ത്തിവെപ്പും കപടതയും ഭൂഷണമല്ല. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, പലപ്പോഴായി പല വീഡിയോകളിലായി ഒരഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരുന്നു. അതാരും തന്നെ ഗൗരവമായി എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ കടമുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ആ സഹായാഭ്യർത്ഥനയുമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകരും ഒരു 100 രൂപയെങ്കിലും ഇട്ട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരമാവധി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് അവരോടൊക്കെ നിങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ച് പരമാവധി ആളുകളെ കൊണ്ട് സഹായിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. വിഷ്ടം ജിന്നുവാദികൾ അഥവാ ജിന്നു പൂജകർ പണം മോഷ്ടിക്കുകയും ആ മോഷ്ടിച്ച പണം കൊണ്ട് എന്താണ് ചെയ്തത് എന്ന് അനസ് മൗലവി വിശദീകരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. മാന്യ സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന് ചെയ്യാൻ കഴിയാത്ത, ഒരു മുസ്ലിമിന് ഒരിക്കലും ഭൂഷണമല്ലാത്ത പ്രവർത്തനം ചെയ്തില്ലേ? ഒന്ന് മോഷ്ടിച്ചു, പണം, സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ടുപോയി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിച്ചിട്ടപ്പോ ഇവര് ലക്ഷക്കണക്കിന് രൂപ അടിച്ചുകൊണ്ടുപോയി, മോഷ്ടിച്ചു കൊണ്ടുപോയി. നിഷേധിക്കാത്ത എന്താണ്? ലക്ഷക്കണക്കിന് രൂപ വിഷ്ടം ജിന്നുവാദികൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് അനസ് മൗലവി പറയുന്നത്. അതിനുവേണ്ടിയാണത്രേ അവർ വിഷ്ടം സംഘടന രൂപീകരിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ മുസ്ലിം സമുദായമേ, അവരെ ഓർത്ത് നാം ദുഃഖിക്കുകയും അതിലറിയാതെ പെട്ടുപോയവർ ഉടനെ തന്നെ രാജിവെക്കണമെന്നും, ഇനി ഇത് വ്യാജ ആരോപണമാണെങ്കിൽ വിഷ്ടം ജിന്നുവാദികൾ നിഷേധിക്കുമായിരുന്നു, ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. മാത്രവുമല്ല, അനസ് മൗലവിക്കെതിരെ ഒരു പരാതി പോലും എവിടെയും കൊടുത്തതായും നാം അറിഞ്ഞിട്ടില്ല. ഇവരാണോ ദീനീ പ്രവർത്തകരെന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുന്നത് എന്നോർത്തു പോവുകയാണ്. ആ പണം കൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നിട്ട് നിറയെ പോസ്റ്റർ, നാട് നീളെ 6 രൂപ വിലയുള്ള പോസ്റ്ററാണ് ഒട്ടിക്കിട്ട്. ഒരു പരിപാടിക്ക്, ഉസമ്മോലിയുടെ പരിപാടിക്ക് എത്ര രൂപ വിലയുള്ള പോസ്റ്റർ ഒട്ടിച്ചെങ്ങളിവിടെ അല്ലേ? 6 രൂപ ഒരു പോസ്റ്ററിന് 6 രൂപ വില വരുന്ന പോസ്റ്റർ വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ ഒട്ടിച്ചു. പണം ഇവിടുന്നുണ്ടായി നിങ്ങൾക്ക്? ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ പണം. ജിന്നുവാദികൾ മോഷ്ടിച്ച പണം കൊണ്ട് 6 രൂപ വിലയുള്ള പോസ്റ്റർ അടിച്ചു. ഹുസൈൻ സലഫിയുടെ
പ്രഭാഷണ പ്രചരണത്തിന് വേണ്ടി എന്നാണ് പറയുന്നത്. ഇവരാണോ ദീനീ പ്രബോധകർ? മോഷ്ടിച്ച പണം കൊണ്ടാണോ ദീനീ പ്രബോധനം നടത്തേണ്ടത്? അത് ദീനീ പ്രബോധനമാണോ? ജിന്ന് പൂജയിലേക്കും മറ്റു ശിർക്കൻ വിശ്വാസങ്ങളിലേക്കും ജനങ്ങളെ കൊണ്ടുപോകാൻ ഹുസൈൻ സലഫി നീട്ടി വലിച്ച് പ്രസംഗിക്കുമ്പോൾ അതിനാളുകൾ കൂടാൻ വേണ്ടി പ്രചരണം നടത്തിയത് മോഷണം നടത്തിയ പണം കൊണ്ടാണത്രേ. ഇവർ ദീനിന്റെ വക്താക്കളാണോ? ചിന്തിക്കുക. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഭവനത്തിൽ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിങ്ങൾ മോഷണം നടത്തിയില്ലേ? കവർച്ച നടത്തിയില്ലേ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് കുറെ കാലം പറഞ്ഞു നടന്നവർ ഇപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നുള്ളത് ഇബ്ലീസിന്റെ വാദമാണെന്നും പ്രാർത്ഥന ജിന്നിനോടുമാകാം എന്ന വാദത്തിലേക്ക് കടന്നു വന്ന വിട്ടം ജിന്നുവാദികൾ മുസ്ലിമീങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി പറയും, പള്ളിയിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പറ്റൂല, പുറത്തു പോയാൽ പറ്റൂ, ഇരുട്ടിന്റെ മറവിലൊക്കെ പറ്റും, പള്ളിയിൽ നിന്ന് പറ്റൂല എന്നാണ് ഇവർ പ്രസംഗിച്ചിരുന്നത്. ചോദിക്കട്ടെ വിട്ടം ജിന്നുവാദികളെ, നിങ്ങൾ പള്ളിയിൽ വെച്ച് മോഷ്ടിച്ചു എന്നാണല്ലോ അനസ് മൗലവി പറയുന്നത്. പള്ളിയിൽ വെച്ച് മോഷ്ടിക്കലാണോ അള്ളാഹിനോടുള്ള പ്രാർത്ഥന? ഇതാണോ ഒരു മുസ്ലിം പള്ളിയിൽ ചെന്നാൽ, പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെന്നാൽ പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെയുള്ള മോഷ്ടാക്കളെ വാർത്തെടുക്കാൻ വേണ്ടിയാണോ? ആ മോഷ്ടിച്ച പണം കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയാണോ ഹുസൈൻ സലഫി നീട്ടി വലിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങൾ മലിനമാക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.